ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദിമ മനുഷ്യരും അവരുടെ ഉത്ഭവവും അവരുടെ ജീവിത രീതിയും സംസ്കാരങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 1, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദ്യമായിട്ട് തന്നെ ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഭാഗത്തിലെ ഒരു ചെറിയൊരു കുറിപ്പാണ് കൂട്ടുകാർക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു തലയോടിനെ കുറിച്ച്, അതായത് ഹൈഡൽബർഗ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണത്തിലെ തലയോട്, അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു തലയോടിനെ കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു ആദിമ മനുഷ്യൻ്റെ തലയോടാണ്. ആ ആദിമ മനുഷ്യനെ ഹൈഡൽബർഗ് മനുഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ഒരു ദിക്കിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ആ പേര് അതിന് ലഭിച്ചതെന്നും പറയുന്നു. ആദിമ മനുഷ്യരുടെ ജീവിത രീതികളോ അല്ലെങ്കിൽ ആദിമ മനുഷ്യർ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്നത് പോലെയൊന്നും ആയിരുന്നില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെയാണ് ജീവിച്ചിരുന്നതെന്നാണ് ഈ ഒരു കുറിപ്പിൽ പറയപ്പെടുന്നത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഭാഗമാണ് നമ്മുടെ പാഠത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് എന്താണ്? ഒരു തലയോടാണ് അല്ലേ. ഇതെവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൈഡൽബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് ഇത് ലഭിച്ചത്. ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ കൂട്ടുകാർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രമാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പൂർവികരെ നമുക്ക് കണ്ടെത്താം. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുടുംബ വൃക്ഷമാണ് തയ്യാറാക്കുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും അതുപോലെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയും അതുപോലെ തുടർന്ന് അങ്ങോട്ട് കണ്ടെത്താനായിട്ട് കൂട്ടുകാർക്ക് കഴിയുമോ? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരെ കണ്ടെത്താനായിട്ട് കഴിയും അല്ലേ. ഇനി നോക്കിയേ, കാലഘട്ടത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ മുന്നേയുള്ള കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവുമായി 2ആയി തരംതിരിച്ചിരിക്കുന്നു. ബിഫോർ ക്രൈസ്റ്റ്, അനോ ഡൊമിനി എന്ന് പറയുന്ന 2 കാലഘട്ടങ്ങളാണ് കേട്ടോ. പൊതുവർഷത്തിനു മുൻപും, അതായത് ബിഫോർ കോമൺ ഇറ BCE, പൊതുവർഷവും കോമൺ ഇറ CE, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളെ BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ AD എന്നും വിഭജിച്ചിട്ടുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം AD അന്നോ ഡൊമിനി എന്നും അറിയപ്പെടുന്നു. ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, BCE പുറകിലോട്ടാണ് വർഷം കടന്നു പോകുന്നത്, CE വരുമ്പോൾ മുന്നേക്കാണ് വരുന്നത്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകൾ, മനുഷ്യൻ്റെ ശരീര അവശിഷ്ടങ്ങൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. മനുഷ്യ പരിണാമം എങ്ങനെയാണ്? ചാൾസ് ഡാർവിനെ കുറിച്ച് കൂട്ടുകാരെ കേട്ടിട്ടുണ്ടല്ലേ. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്.
ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങളെടുത്തുവെന്നും ഇദ്ദേഹം തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നുണ്ട്. മനുഷ്യരുടെ പൂർവികർ, ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രൈമേറ്റുകൾ, സസ്തനികളിലെ ഒരു വിഭാഗത്തെ പറയുന്ന പേരാണ് പ്രൈമേറ്റുകൾ. ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കുന്ന ജന്തുക്കളെ അതിനെ പറയുന്നതാണ് ഹോമിനോയിഡുകൾ. ഇനി ഹോമിനിഡുകൾ, അവ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ പറയുന്നതിനെയാണ് ഹോമിനിഡുകൾ എന്ന് പറയുന്നത്. ഹോമിനിഡുകളെ തന്നെ 2 രീതിയിൽ തരംതിരിക്കുന്നു, ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ഹോമോയെ വീണ്ടും 3ആയി തരംതിരിക്കുന്നു. ഹോമോ ഹാബിലിസ്, ഉപകരണം നിർമ്മിക്കുന്നവർ. അടുത്ത് ഹോമോ ഇറക്ട്സ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ മനുഷ്യ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇവിടെ എളിപ്പെടുത്തിയിരിക്കുന്നത്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിയസ്, ഹോമോ ഇറക്ട്സ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നവ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ബുദ്ധിയുള്ള മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടവരാണ്. മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദിമ മനുഷ്യർ താമസിച്ചിരുന്നത് വനങ്ങളിലാണ് കേട്ടോ. അവർ കായ്കനികളൊക്കെ ശേഖരിച്ച് മൃഗങ്ങളെ വേട്ടയാടി അവരുടെ മാംസം ഭക്ഷിച്ചും ഈ കായ്കനികളൊക്കെ ആഹാരമാക്കിയുമൊക്കെയാണ് ജീവിച്ചിരുന്നത്. ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന പരിക്കേറിയ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ ഒരു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്നത്. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ പറയുന്നതാണ് ശിലായുഗം. അപ്പോൾ എന്താണ് ശിലായുഗം? ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും ഉപകരണങ്ങളും കാലക്രമേണത്തിൽ വലിയ പുരോഗതികളൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നു. ശിലായുഗത്തെ എത്ര ഘട്ടങ്ങളായി തിരിക്കുന്നു? 3 ഘട്ടങ്ങളായി തിരിക്കുന്നു. എന്താണ് ശിലായുഗമെന്ന് നമ്മൾ പറഞ്ഞു. ശിലകൾ ആയുധമാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു. ശിലായുഗത്തെ കാലക്രമേണത്തിലുണ്ടായ പുരോഗതി അനുസരിച്ച് 3 ഘട്ടങ്ങളായി തിരിക്കുന്നു. 1 പ്രാചീന ശിലായുഗം, 2 മധ്യശിലായുഗം, 3 നവീന ശിലായുഗം. നമുക്ക് ഓരോ ശിലായുഗത്തിലെ പ്രത്യേകതകൾ നോക്കാം. പ്രാചീന ശിലായുഗം, ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. ചിത്രത്തിൽ കാണുന്നത് പോലെ പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം. ശേഖരണം, അതായത് കായ്കനികൾ ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം. അടുത്ത മധ്യശിലായുഗം. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു മധ്യശിലായുഗത്തിൽ ഇവർ വേട്ടയാടിയിരുന്നത്. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കിയിരുന്നു. മൃഗത്തോലും മരത്തോലും ഇലകളും ഇവർ വസ്ത്രങ്ങളാക്കി. അടുത്തത് നവീന ശിലായുഗം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തവും മൺപാത്ര നിർമ്മാണവും ആരംഭിച്ചതും നവീന ശിലായുഗത്തിലാണ്. അടുത്ത് നോക്കിയേ, ഫിംബേട്ക. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫിംബേട്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഫിംബേട്കയിലെ ഗുഹാചിത്രങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഫിംബേട്കയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഇവ എന്താണെന്ന്, ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും എന്താണ് ശിലായുഗമെന്നും കൂട്ടുകാർ പഠിച്ചു വച്ചിരിക്കുക കേട്ടോ. അടുത്ത് നോക്കി, നമ്മൾ പറഞ്ഞു നവീന ശിലായുഗത്തിൽ കൃഷിയുടെ ആരംഭം തുടങ്ങി. അപ്പോൾ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും.
കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് സ്ഥിരതാമസം അനിവാര്യമായിട്ട് വന്നു. നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് താമസിക്കണം അല്ലേ? അത്തരത്തിൽ ഈ മനുഷ്യരും താമസിക്കേണ്ടതായിട്ട് വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളിൽ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് സ്ഥിരവാസം ഉറപ്പിച്ചു. അപ്പോൾ ഈ മനുഷ്യരുടെ സ്ഥിരവാസം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുണ്ടത് നോക്കിയേ. വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി, ജനങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് ഇടപഴകാനായിട്ട് തുടങ്ങി, അതോടൊപ്പം സംഘടിത സാമൂഹിക ജീവിതം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായി മാറി, ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് വികാസം പ്രാപിച്ചു. അപ്പോൾ സ്ഥിരവാസം മനുഷ്യരിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഈ 3 പോയിൻറ്റും കൂട്ടുകാർ എഴുതി വയ്ക്കുക. അടുത്ത് നോക്കിയേ, ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്, ശിലായുഗത്തിൽ നിന്ന് അടുത്ത് ലോഹയുഗത്തിലേക്കാണ് വരുന്നത്. ഇവിടെ കണ്ടോ, ലോഹങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ചില ആയുധങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമെന്ന് പറയുന്നത്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ലോഹയുഗമെന്നും എന്താണ് ശിലായുഗമെന്നും കൂട്ടുകാർ അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്ത് നോക്കി, മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെ കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവരുണ്ടാക്കി. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ 3 യുഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 1 ശിലായുഗം, 2 ലോഹയുഗം, 3 വെങ്കലയുഗം. ഇവ എന്താണെന്ന് തീർച്ചയായിട്ടും കൂട്ടുകാർ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത്, വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായി. അവ എന്തൊക്കെയാണ്? 4 മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും തന്നിരിക്കുന്നത്. നോക്കാം. 1. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങളിൽ വ്യാപിക്കുന്നതിന് സഹായകരമായി. ഇപ്പോൾ കൃഷികൾ വ്യാപിക്കുന്നതിന് ഇതൊരു സഹായകരമായി മാറി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉൽപ്പാദന വർധനവിന് കാരണമായി. 3. കാർഷിക ഉൽപ്പാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസനത്തിനും വഴിയൊരുക്കുന്നു. 4. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായി മാറുന്നു, നഗരങ്ങളായി മാറി രൂപാന്തരപ്പെടുന്നു. അടുത്ത് നോക്കിയേ, വെങ്കലയുഗ സംസ്കാരങ്ങൾ. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് സംസ്കാരങ്ങളെക്കുറിച്ചാണ്. വെങ്കലയുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വലുതായിരുന്നു അല്ലേ? ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെടുകയുണ്ടായി, സിവിലൈസേഷൻസ്. അപ്പോൾ അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായും 4 സംസ്കാരങ്ങളാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1 ഹരപ്പൻ സംസ്കാരം, 2 മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, 3 ഈജിപ്ഷ്യൻ സംസ്കാരം, 4 ചൈനീസ് സംസ്കാരം. നമുക്ക് ഓരോന്നായി നോക്കാം. ഇവിടെ കണ്ട കൂട്ടുകാരെ, വെങ്കലയുഗ സംസ്കാരങ്ങളുടെ സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അവ നിലനിന്നിരുന്ന പ്രദേശങ്ങളാണ് ഈ ഒരു പടത്തിൽ നൽകിയിരിക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം, ഹരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇവയെല്ലാം രൂപപ്പെട്ടിരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ കൂട്ടുകാരെ? എവിടെയാണ്? അതെ, നദീതടങ്ങളിൽ അല്ലെങ്കിൽ വെള്ളമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെല്ലാം കാണപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താ? കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ജലം. അതുകൊണ്ടാണ് അവരുടെ സംസ്കാരങ്ങളൊക്കെയും ജലത്തിനരികെ അഥവാ നദീതടങ്ങളിൽ രൂപം കൊണ്ടത്. നോക്കിയേ, വെങ്കലയുഗങ്ങളിൽ വികസിച്ച് വന്ന നദീതടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിക്കടുത്താണ് രൂപം കൊണ്ടത്. അടുത്ത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ അടുത്താണ് രൂപപ്പെട്ടത്. ഹരപ്പൻ സംസ്കാരം സിന്ധു നദിക്കടുത്താണ് രൂപപ്പെട്ടത്. ചൈനീസ് സംസ്കാരം ഹൊയോങ്കോ നദിക്ക് അരികിലായിട്ടാണ് രൂപപ്പെട്ടത്. അതേ പട്ടിക കൂട്ടുകാർ പൂർത്തിയാക്കുക കേട്ടോ. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിലാണ് രൂപപ്പെട്ടത്. കാരണം എന്താണ്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃഷിയായിരുന്നു വെങ്കലയുഗ സംസ്കാരത്തിലെ മനുഷ്യരുടെ തൊഴിലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ആവശ്യമായി വരുന്നത് തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം വെള്ളവും ഫലഭൂയിഷ്ഠമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയുമായിരുന്നു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നദീതടങ്ങൾ അവർ തിരഞ്ഞെടുത്തത്? ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്, ജലത്തിൻ്റെ ലഭ്യത ധാരാളമുണ്ട്, അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അവർക്കവിടെ ലഭ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ നദീതടങ്ങൾ അവർ കേന്ദ്ര സംസ്കാരങ്ങളാക്കി മാറ്റി. ഒന്നാമത്തെ സംസ്കാരം നമുക്ക് നോക്കാം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. നമ്മൾ ഭൂപടം നോക്കി മെസൊപ്പൊട്ടേമിയയുടെ സ്ഥാനം കണ്ടുപിടിച്ചു അല്ലേ. ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയിലായിട്ടാണ് മെസൊപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയ്ക്കാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിലവിൽ ഇറാഖിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശം വരുന്നത്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അവരുടെ നഗരജീവിതവും എഴുത്തുവിദ്യയും നമുക്ക് നോക്കാം. മെസൊപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. അവരുടെ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറൂക്ക്, ലഗാഷ് തുടങ്ങിയവ. മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തിന് പറയുന്ന പേരായിരുന്നു ക്യൂനിഫോം. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിവ. കളിമൺ ഫലകങ്ങളിലായിരുന്നു ക്യൂനിഫോം ലിപി എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ശാസ്ത്രം, ഗണിതം, നിയമം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ വളരെ വലുതായിരുന്നു. ശാസ്ത്ര ഗണിതത്തിൽ ചന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം കണക്കാക്കാൻ ഹരണം, ഗുണനം തുടങ്ങിയവ മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകളായിരുന്നു. നിയമത്തിലോ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻകിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത വരുന്നത്. ഹമ്മുറാബിയുടെ നിയമസംഹിത ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ലോകത്തിൽ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതിയായിരുന്നു ഈ നിയമസംഹിതയിൽ എഴുതപ്പെട്ടിരുന്നത്. അടുത്ത് നോക്കിയ സിഗുറാത്തുകൾ. മെസൊപ്പൊട്ടേമിയക്കാരുടെ ആരാധന ആലയങ്ങളെ പറയുന്ന പേരാണ് സിഗുറാത്തുകൾ. പ്രധാനമായും നഗരങ്ങളിലാണ് ഇവ പണിയപ്പെട്ടിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവരുണ്ടാക്കിയിരുന്നത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ആണ്. അടുത്ത് ഈജിപ്ഷ്യൻ സംസ്കാരം നോക്കാം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരമെന്ന് പറയുന്നത് കെയ്റോ ആയിരുന്നു കേട്ടോ. ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഇവരുടെ പ്രധാന ജീവിതമാർഗം കൃഷിയാണ്. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗം, ചണ, പരുത്തി തുടങ്ങിയവയായിരുന്നു ഇവർ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്നത്. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്താണ് പിരമിഡുകൾ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ എന്ന് പറയുന്നത്. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അടുത്ത് നോക്കിയ മമ്മികൾ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങളെയാണ് മമ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്താൻ ഖാമിൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, മെസൊപ്പൊട്ടേമിയയിലുള്ളതുപോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം. 1. ഈ ലിപി അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന പേരിലാണ്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്
എന്ന് പറയുന്നത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പേരിൻ്റെ അർത്ഥം. വലത്തുനിന്ന് ഇടത്തോട്ടാണ് ഇത് എഴുതുന്നത്. ശാസ്ത്ര നേട്ടങ്ങൾ. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. ഗുണനവും ഹരണവും മെസൊപ്പൊട്ടേമിയക്കാരുടെ സംഭാവനയാണെങ്കിൽ സങ്കലനവും വ്യവകലനവും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സംസ്കാരം നോക്കാം. ചൈനീസ് സംസ്കാരം. ഹൊയാങ്കോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുക്കുന്നത്. ഇവരുടെയും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങളും ഇവർ ഉണ്ടാക്കിയിരുന്നു. ഇവരുടെ എഴുത്ത് സമ്പ്രദായം പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം ചൈനക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇവർ ഉണ്ടാക്കിയിരുന്നത്. അതായത് ചിത്രലിപിയായിരുന്നു ഇവർക്ക് പ്രാചാരത്തിൽ ഉണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മെസൊപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ചൈന തുടങ്ങിയവർക്ക് പ്രത്യേകതരം ലിപികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ലിപികളുടെ പേരും അതുപോലെ തന്നെ അവയുടെ പ്രത്യേകതകളും കൂട്ടുകാർ എഴുതുക. അത് വ്യക്തമായി പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മെസൊപ്പൊട്ടേമിയയിലെ ക്യൂണിഫോം ലിപിയാണ്, ഈജിപ്തിൽ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്, ചൈന ചൈനീസ് ലിപിയാണ്. അപ്പോൾ ഇവയുടെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. അടുത്തത് ഹരപ്പൻ സംസ്കാരം. വെങ്കലയുഗ സംസ്കാരത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം BC 2600 മുതൽ BC 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമെന്ന് പറയപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംസ്കാരം ഉടലെടുക്കുന്നത് എവിടെയാണ്? സിന്ധു നദീതീരത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന പേരിലും ഈ സംസ്കാരത്തെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പുരാതന വസ്തുക്കളുടെ ഉൽഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്ന് പറയും. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ സർ ജോൺ മാർഷൽ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിലാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തുന്നത്. ഇവിടെ ഇന്ത്യയുടെ ഭൂപടം തന്നിട്ടുണ്ട്. ഇവിടെ ഹരപ്പ, മൊഹൻജൊദാരോ, കാലിബംഗാൾ, ലോഥൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണിവ: മൊഹൻജൊദാരോ, ലോഥൽ, കാലിബംഗാൾ തുടങ്ങിയവ. നഗരാസൂത്രണം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു അവരുടെ നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. ചുട്ടെടുത്ത ഇഷ്ടിക വെച്ചിട്ടാണ് അവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പയിലെ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു അവരുടെ അഴുക്കുചാൽ സമ്പ്രദായം. അടുത്ത് മൊഹൻജൊദാരോയിലെ വലിയ കുളം. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട നഗരമായിരുന്നു മൊഹൻജൊദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സവിശേഷമായ നിർമ്മിതി എന്ന് പറയുന്നത്. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കുവാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് മൊഹൻജൊദാരോയിലെ വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ധാന്യപ്പുര. ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥാൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കാനും സൂക്ഷിക്കാനുമായിട്ടാണ് ഈ ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നത്. ധാന്യപ്പുരയുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. കരകൗശല വിദ്യ. ഹരപ്പൻ ജനത
ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, കളിപ്പാട്ടങ്ങൾ, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രം, അതുപോലെ തന്നെ നർത്തകിയുടെ വെങ്കല പ്രതിമ തുടങ്ങിയവയെല്ലാം ഇവരുടെ കരകൗശല വിദ്യകളായിരുന്നു. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശില കൊണ്ടും അവർ മുദ്രകൾ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം ഹരപ്പൻ നഗരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കളിമൺ പാത്രങ്ങൾ, വെങ്കല പ്രതിമ ഇവയെല്ലാം ഹരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നവയാണ്. ഇനി അവരുടെ എഴുത്തുവിദ്യ. ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളായിരുന്നു ഇവരും ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കണക്കാക്കപ്പെട്ടത്. ഇനി ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച നമുക്ക് നോക്കാം. ഏകദേശം BC 1900 ഹരപ്പൻ നഗരം അല്ലെങ്കിൽ ഹരപ്പൻ നഗരങ്ങൾ തകർച്ച നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ചിട്ടുള്ള പല അഭിപ്രായങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയിലേക്ക് വഴിവെച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. കാലാവസ്ഥാ വ്യതിയാനം. ഇവർക്ക് കൃഷി അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹരപ്പൻ സംസ്കാരം തകർച്ചയിലേക്ക് പോകുന്നതായി ഒരു കൂട്ടർ ബാധിക്കുന്നുണ്ട്. അടുത്ത് നിരന്തരമുണ്ടായ പ്രളയം. സിന്ധു നദിയിലുണ്ടായിരുന്ന പ്രളയം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ ബാധിക്കുന്നു. ഭൂമിയുടെ അമിതമായ ഉപയോഗവും വനനശീകരണവും ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ചരിത്രാതീത കാലം മുതലുള്ള മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ നമ്മൾ ചരിത്രശേഷിപ്പുകളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. പ്രാചീന സംസ്കാരങ്ങളിൽ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് പഠിച്ചത്. ആദിമ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും യുഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വെങ്കല യുഗത്തിലെ സംസ്കാരങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഏതൊക്കെ സംസ്കാരങ്ങളാണ്? ഹരപ്പൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. അപ്പോൾ അവരുടെ ലിപി, അവരുടെ എഴുത്തുവിദ്യകൾ, അതുപോലെ തന്നെ അവരുടെ സംഭാവനകൾ, അവരുടെ സവിശേഷതകൾ, ഇതൊക്കെ കൂട്ടുകാർ ഓർത്തിരിക്കുക. ഹരപ്പൻ സംസ്കാരമൊക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. യൂണിഫോം ലിപി ചോദിക്കാം. വൺ വേർഡുകൾ ഒത്തിരി ചോദിക്കാം. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്